ഞാൻ അതിഥിയുടെ കാര്യം പറഞ്ഞില്ലേ, ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു സൂചന ഞാൻ നൽകിയിരുന്നു. അത് മറ്റാരുമല്ല, ഒരുപക്ഷെ നമ്മളെയൊക്കെ ഏറെ ചിരിപ്പിച്ച ഏറ്റവും മികച്ച രാഷ്ട്രീയ നേതാവ്, നമ്മുടെയൊക്കെ കാരണവരെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇപ്പോഴും ആ വീട്ടിലേക്കൊക്കെ കയറിപ്പോയാൽ ആ കാരണവരുടെ ഫീൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വായിച്ചറിഞ്ഞും കേട്ടറിഞ്ഞും മാത്രമേ എനിക്ക് വ്യക്തിപരമായി ആ വീടിനെക്കുറിച്ച് അറിയുള്ളൂ. ശാരദാംബരം. ആ ശാരദാംബരത്തിലാണ് ടീച്ചർ ഉള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. ശാരദ ടീച്ചറാണ്. ശാരദ ടീച്ചർ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്നത് ആരായിരിക്കും എന്ന് പ്രേക്ഷകർക്കറിയാം. അത് സഖാവ് നയനാരായിരിക്കും. നയനാരുടെ പ്രിയപ്പെട്ട ശാരദ ടീച്ചർക്ക് ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് 90 വയസ്സ് പൂർത്തിയാവുകയാണ്. 90ൻ്റെ ചെറുപ്പത്തിലാണ് മക്കളുടെയും കൊച്ചുമക്കളുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ ഒപ്പം നവതി ആഘോഷിക്കുകയാണ് ശാരദ ടീച്ചർ. നവതി ആഘോഷത്തിലും പ്രിയ സഖാവിനെ ടീച്ചർക്ക് തീർച്ചയായിട്ടും മിസ് ചെയ്യുമെന്നത് ഉറപ്പാണ്. പക്ഷേ ആ ചിരിയിൽ സഖാവുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്കൊപ്പം ടീച്ചറുണ്ട്. ടീച്ചർ നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ഹാപ്പി ബർത്ത്ഡേ, നവതി ദിനാശംസകൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വർഷങ്ങൾക്ക് മുമ്പ് ശാരദ ടീച്ചറിനെയും സഖാവിനെയും ഞാൻ ഏഷ്യാനെറ്റിൽ വെച്ച് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ടീച്ചർ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സുപ്രഭാതം എന്നൊരു പരിപാടി. ഇന്റർവ്യൂ ചെയ്ത കാര്യം ഇന്നലെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതെ. അപ്പോ അതിനുശേഷം ഇപ്പോഴാണ് ആ ചിരി ഒന്ന് കാണാൻ പറ്റുന്നത്. അതെ. അപ്പൊ 90 വയസ്സായി. അല്ല, എന്താന്നറിയാ, അന്ന് ചോദിച്ച ചോദ്യം 90 വയസ്സായി. 90ൻ്റെ നിർവൃതിയിലിരിക്കുക. മക്കളും കൊച്ചുമക്കളും 4ാമത്തെ തലമുറയും ഞാൻ കണ്ടു. മക്കളും കൊച്ചുമക്കളും മാത്രമല്ല, ആ കൊച്ചു മോനൊരു കൊച്ചുണ്ടായി. അപ്പൊ 4ാമത്തെ തലമുറയത്. അതിന് പരം ഇനി എന്താ വേണ്ടി. ഇന്റർവ്യൂന്റെ കാര്യം എന്തോ പറഞ്ഞു വന്നു. ആ ഇന്റർവ്യൂ അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണല്ലോ ഏഷ്യാനെറ്റിൽ വന്നത്. അപ്പോൾ വന്ന് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ പിന്നെ ലാസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു സഖാവിൻ്റെ അടുത്ത്. സഖാവ് പിന്നെ ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ സഖാവിന് ആരായിരിക്കണമെന്ന്. അന്നേരം സഖാവ് പറഞ്ഞത് ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് അടുത്തൊരു ജന്മം കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഈ സഖാവിന്റെ ഭാര്യ തന്നെ ആയിരിക്കണം, EK നയനാരുടെ ഭാര്യ തന്നെ ആയിരിക്കണം. ശരിയാ. ഞാൻ ഓർമ്മിക്കുന്നു. എത്ര വർഷമായില്ലേ ടീച്ചറെ? 20-22 വർഷങ്ങളായി. ചിലതൊന്നും എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. 20 വർഷമായി ടീച്ചർ അത് അത്രയും ഓർമ്മിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം. ആ ടീച്ചർ പറഞ്ഞതിനകത്ത് അതുണ്ട് അല്ലേ? ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമാണ് ടീച്ചറെ. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിലും ഞാൻ ഈ സഖാവിന്റെ ഭാര്യയായി എനിക്ക് ജീവിക്കണമെന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ 23 വയസ്സുള്ളപ്പോഴാണ് അല്ലേ സഖാവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതെ, ജീവിതത്തിലേക്ക് വന്ന് അത് അന്ന് കല്യാണം കഴിഞ്ഞത് അന്നാണെങ്കിലും പിന്നെ എനിക്ക് എൻ്റെ സഖാവിൻ്റെ കൂടെ താമസിച്ച് ഞാൻ വളരെ വളരെ കുറച്ച് നാളുകളെ ഉണ്ടായിട്ടുള്ളൂ. എന്താണെന്നറിയാം, ഞങ്ങൾ കല്യാശ്ശേരിയും സഖാവ് തിരുവനന്തപുരത്തും. എപ്പോഴും സഖാവ് ഒന്നുകിൽ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് വരാൻ വല്ലപ്പോഴും ഒരു മാസം കൂടുമ്പോൾ പരിപാടി, കണ്ണൂരിൽ പരിപാടി ഇട്ടാൽ ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങളെ കാണാനാന്നുള്ള വിശ്വാസം. വീട് വെച്ചപ്പോ പോലും വന്നില്ല. അല്ല, അത് പിന്നെ അന്ന് എമർജൻസി ടൈം ആയിരുന്നു, അടിയന്തരാവസ്ഥക്കാലം. വീടിന്റെ പേര് ശാരദാംബരം എന്നാണ് ഇട്ടത് അല്ലേ? അല്ല, ശാരദാസ്. സഖാവ് പറഞ്ഞു, സഖാവിൻ്റെ അഭിപ്രായമായിരുന്നു അത്, ശാരദേ നീയാണ് ഈ വീട്ടിന് വേണ്ടി എല്ലാം നോക്കിയും എടുത്തു എല്ലാറ്റിനും ഞാനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ വീട്ടിന് ഞങ്ങൾ മറ്റൊരു പേരും നീ ആലോചിക്കണ്ട, ശാരദാസ്. അതെന്താ സഖാവിന് എങ്ങനെയാ അത് കിട്ടിയെന്ന് തന്നെ എനിക്കറിയില്ല. ശാരദാസ് എന്നാ പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടിൽ അവിടെയൊക്കെ ഒരു തുണിക്കടയുടെ പേരാ, പക്ഷെ നല്ല പേരാ. ശരത്കാല കാലത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് ആ പേര് ശാരദാസ് എന്നുള്ളത്. ടീച്ചറിന്റെ കയ്യില് ഞാനൊരു കാര്യം ആവശ്യപ്പെടുകയാണേ. ടീച്ചറിന്റെ കയ്യിലൊരു ചുവന്ന മോതിരം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആ മോതിരം ഒന്ന് കാണിക്കാവോ? ഈ മോതിരം എങ്ങനെ കാണിക്കാം? ഇങ്ങനെ കാണിച്ചാൽ മതി. കാണിക്കണം. അത് സഖാവിട്ട മോതിരമാണ് അല്ലേ? അല്ല, സഖാവ് എനിക്ക് മോതിരേ ഇട്ടിട്ടില്ല. ആണോ? അത് ശരി. സഖാവ് താലി കെട്ടിയിട്ടില്ല.
സഖാവ് വെറും ഒരു മുല്ലമാല ഒരു കയ്യിലൊരു ബൊക്കെ തന്നത്. പിന്നെ ഞാൻ ഒരു മോതിരം, ഞാൻ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ വരുമ്പം എന്തെങ്കിലും ഒരു അടയാളം കണ്ടേ, അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഒരു മോതിരം ഉണ്ടാക്കി സഖാവിൻ്റെ പേര് കുത്തിയിട്ട് ഒരു മോതിരം ഉണ്ടാക്കി കയ്യിലിട്ടു. പിന്നെ ഇതിപ്പോൾ അടുത്ത കാലത്തായി ഈ ചുവന്ന കല്ലിന് ഇതിന് പ്രശസ്തി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ എനിക്ക് തോന്നി ഞാൻ എപ്പോഴാണ് ഞാൻ മരിക്കുന്നതെന്ന് പറയാൻ പറ്റൂല. അപ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് എന്നും ഞാൻ കുട്ടിക്കാലം തൊട്ട് കാണുന്ന ഈ ചുവപ്പ് അത് എൻ്റെ ദേഹത്തിലുണ്ടാകണമെന്ന്, അത് എൻ്റെ ഒരു ആഗ്രഹം. അതിനു വേണ്ടി എൻ്റെ മോനോട് പറഞ്ഞപ്പോൾ അവൻ ഭീമേന്നോ മറ്റും വാങ്ങി ഒന്ന് കൊറിയർ ചെയ്യായത് ഈ മോതിരം. പറഞ്ഞ ഉടനെ അവിടെ അവൻ എറണാകുളത്താണ്, അവൻ ഉടനെ ഈ ഒരു മോതിരം എനിക്ക് കൊറിയർ ചെയ്തു. അത് ഞാൻ ആരോടോ പറഞ്ഞു പോയി, ഇത് ഞാൻ എൻ്റെ ഇതെന്നും എൻ്റെ ദേഹത്ത് ഉണ്ടാവണം. ഞാൻ മരിച്ചു കിടന്നാൽ എല്ലാവരും വന്ന് നോക്കുമ്പം കാണേണ്ടത് മോതിരായിരിക്കണം. അതിന് ശേഷം എന്തൊക്കെ ചെയ്തോ. അതെ, സന്തോഷം. അപ്പൊ ടീച്ചറെ